ഈ വരാൻ പോകുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകൾക്കൊക്കെ എന്തെങ്കിലും പറയാനില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ PR കൊടുക്കണം, നന്നായിട്ട് PR കൊടുക്കണം, ശക്തമായിട്ട് PR കൊടുക്കണം. അങ്ങനെ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ നിങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് വിഷയമുണ്ട് എന്നെനിക്കറിയാം. കമൻറ്റ് ബോക്സിൽ വന്നിരുന്ന് നല്ലോണം മെഴുകുന്ന കുറച്ച് ആൾക്കാർക്കുള്ള പരിപ്പോടെയും ചായ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ മെഴുകിക്കോ. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഞാൻ വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം നമുക്ക് ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയണത്, സിജോയുടെ ഒരു വീഡിയോ ഞാൻ കാണാനായിട്ടിടയായി. ഈ PR വർക്കിനെ പറ്റിയിട്ട് ഇൻഡയറക്റ്റായിട്ട് ജിൻഡോയ്ക്ക് ഇട്ട് കൊട്ടുന്ന കാര്യമാണ്. ജിൻഡോയ്ക്ക് എന്തോ PR വർക്ക് ഉണ്ടായിരുന്നുവെന്നും ഈ പറയുന്ന വ്യക്തിക്ക് PR വർക്കേ ഇല്ലായിരുന്നുവെന്നും ആരും ഇപ്പോൾ പറയുന്ന സിജോയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിലാണ് സംസാരം. എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വരാൻ പോകുന്ന ബിഗ് ബോസ് കണ്ടസ്റ്റന്റുകൾക്കൊക്കെ എന്തെങ്കിലും പറയാനില്ല. ഒരുപാട് കാര്യങ്ങളൊക്കെ PR കൊടുക്കണം, നന്നായിട്ട് PR കൊടുക്കണം, ശക്തമായിട്ട് PR കൊടുക്കണം. അങ്ങനെ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. അതെ, അങ്ങനെ പറയാൻ കാരണം ഇത്തവണ ഞാൻ ഒരുപാട് PR കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളതുണ്ട്. ശക്തമായിട്ട് PR കൊടുത്ത് അല്ലെങ്കിൽ PR ബേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് അങ്ങനെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിന്നർ അപ്പോൾ PR എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഒരാളല്ല ഉദ്ദേശിച്ചത്, ആൾക്കാർ ഉദ്ദേശിച്ചത്. ഓക്കെ, ഇപ്പോൾ സിജു ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇൻഡയറക്ട്ലി ഈ പറയുന്ന ജിൻഡോയ്ക്കും PR ഉണ്ട് എന്നാണ് പറയണത്. അതായത് സിജോ ഭയങ്കര പെർഫെക്റ്റ് ആയിരുന്നു. സിജോ കളിക്കുന്ന സമയത്ത് ആരും PR ഏൽപ്പിച്ചിട്ടില്ല, സിജോയ്ക്ക് വേണ്ടി ആരും പ്രവർത്തിച്ചിട്ടില്ല എന്നൊക്കെയുള്ള രീതിയാണ് സിജോ പറയുന്നത്. നമ്മൾ കുറേ വോയിസ് ഒക്കെ കേട്ടതാണ്. സിജോയ്ക്ക് വേണ്ടി എന്തോ കർണാടകത്തിലൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞ കുറേ ആൾക്കാർ, എന്നിട്ട് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം, റോഡിലിറങ്ങി ആൾക്കാരുടെ അടുത്ത് വഴി നീളെ വോട്ടിന് വേണ്ടി തണ്ടണം എന്നൊക്കെയുള്ള വോയിസ് നിങ്ങളെല്ലാം കേട്ട് കാണുമല്ലോ. ഞാനിപ്പോൾ ഇതിനകത്തൊരു വീഡിയോ ക്ലിപ്പ് കാണിക്കാം. സിജോ എയർപോർട്ടിൽ വരാൻ നേരത്ത് ഒരാൾ വന്നിരുന്ന് മാല പൂച്ചണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം. ഇതാണ് ശ്രീരാജ് വളത്തുങ്കൽ. ശ്രീരാജ് വളത്തുങ്കലിനെ ബിഗ് ബോസ് ഓഡിയൻസിന് എല്ലാവർക്കും അറിയായിരിക്കും. കാര്യം എല്ലാ സീസണുകളിലും ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കണ്ടസ്റ്റൻറ്റിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയൊക്കെ ചെയ്യും. പുള്ളിയെ പേഴ്സണൽ ഇഷ്ടം കൊണ്ടും സപ്പോർട്ട് ചെയ്യും, അല്ലാതെ പെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ വേണമെങ്കിൽ അങ്ങനെയും സപ്പോർട്ട് ചെയ്യും എന്നുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്ന ശ്രീരാജ് ഏട്ടൻ. ഓക്കെ, എന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ഈ സിജോയുടെ ഈ ഒരു കാര്യത്തിന് പെയ്ഡ് ആയിരുന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഈ ശ്രീരാജ് വളത്തുങ്കൽ എവിടെങ്കിലും ഈ പറയുന്ന പോലെ ആൾക്കാരുടെ അടുത്ത് എയർപോർട്ടിൽ ചെല്ലുവാണെങ്കിൽ അവിടെ നിന്ന് മനസ്സിലാക്കിക്കണം പുള്ളിക്കാരന് ഒരു ഫേവറേറ്റ് ആളുണ്ട്. മേ ബി ആ ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആയിരിക്കും അന്ന് എയർപോർട്ടിൽ വരുന്നത്. ആ വ്യക്തിയാണ് ഈ സിജോ. കാര്യം ഈ സീസണിൽ ശ്രീരാജ് ഏട്ടൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചത് സിജോയ്ക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പുള്ളിയുടെ അണ്ടറിൽ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാര്യം ബിഗ് ബോസ് സീസൺ 1 തൊട്ടേ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ബിഗ് ബോസ് ഭയങ്കര പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ്. ബിഗ് ബോസിൽ പോകണമെന്നും ആഗ്രഹിച്ച് നടക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം ഈ പുള്ളിക്കാരൻ്റെ അണ്ടറിലായിരുന്നു ഈ പ്രാവശ്യത്തെ സിജോയുടെ വോട്ടിങ്ങും കാര്യങ്ങളും സകലമാന കാര്യങ്ങളും ചെയ്തു കൊടുത്തത്. അതിനി PR ആണോ അതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ സിജോ തന്നെ തരട്ടെ, അതല്ല ഇത്തിരി കൂടെ നല്ലത്. അല്ലാതെ ഈ ഓരോ ആൾക്കാരെ വന്നിരുന്ന് എല്ലാവർക്കും PR ഉണ്ട് എന്ന് പറയുമ്പം ഇതൊക്കെ ആൾക്കാരെ നോട്ടീസ് ചെയ്യുമെന്നുള്ള കാര്യം സിജോ മറന്നു പോകുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഈ പുള്ളിക്കാരൻ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് അഖിൽമാരാറിന് വേണ്ടിയിട്ടായിരുന്നു. അത് പെയ്ഡ് ആയിട്ടുള്ള രീതിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അഖിൽമാരാറിന് വേണ്ടി ഒരുപാട് വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളായാലും അഖിൽമാരാറിന് സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളുടെ ഇത് വെച്ചിട്ടായാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു കൊടുത്തത്. ഓക്കെ, അപ്പോൾ ഈ പ്രാവശ്യം അത് നേരെ സിജോയ്ക്കായി. ഇനി അടുത്ത സീസൺ വേറൊരു കണ്ടസ്റ്റൻറ്റ് വരുമ്പോൾ വേറൊരു രീതിയിലോട്ട് പോകും. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു വ്യക്തത സിജോ തന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായേനെ അല്ലേ. അല്ലാതെ വന്നിരുന്ന ഈ PR ആയിരുന്നു അതായിരുന്നു ഈ പറയുന്ന നോർമലായിട്ട് ഇപ്പോഴത്തെ ഒരു രീതി അറിയാമല്ലോ. ഈ PR ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ പോലും വോട്ട് ചെയ്ത് ജയിച്ചു കഴിഞ്ഞാൽ അത് PR എന്നെ വിളിക്കും. ബിക്കോസ് അത് ആൾക്കാരുടെ മനസ്സിൽ അങ്ങനെ ആയിക്കഴിഞ്ഞ് അത് PR കൊണ്ടാന്നുള്ളൊരു ചിന്താഗതി ആയിപ്പോയി. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഈ ജിൻഡോയ്ക്ക് കിട്ടിയെല്ലാം ജെനുവിനായിട്ടുള്ള കാര്യങ്ങളാണ്. കാര്യം നമുക്കത് ഓരോ സാധാരണ ആൾക്കാർ പബ്ലിക്കിലോട്ട് ഇറങ്ങണം. ഈ PR കേസ് പറഞ്ഞുകൊണ്ട് കിടക്കുന്ന ആൾക്കാർ പബ്ലിക് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എടുക്കണം, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഇവർ ഈ പറയുന്ന PR ടീമിൻ്റെ വെച്ചിട്ട് വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് പബ്ലിക്കിലുള്ള ഓഡിയൻസിൻ്റെ മെജോറിറ്റി ആരാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് പബ്ലിക് ഓഡിയൻസിൻ്റെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അതിലെല്ലാം ജിൻഡോ ആയിരുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്ര പോനെയും ഫ്രസ്ട്രേഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രത്യേകിച്ച് സിജോയുടെ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത് ജിൻഡോ ജയിച്ചതിൻ്റെയാണ്. കപ്പ് അർജുന് കിട്ടാത്തതിൻ്റെ വിഷമമാണ്. അത് സായിയുടെ അത് തന്നെ, അത് ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ വേറൊരു വ്യക്തിയും പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. ജിൻഡോ ചേട്ടൻ വിന്നറായി എന്ത് തോന്നുന്നു മൊത്തത്തില്? നോറയ്ക്ക് PR ഉണ്ടായിരുന്നു. അവിടെ ബിഗ് ഷോയില് ഒരു ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ച ഒരാളായിരുന്നു ഞങ്ങള്. അപ്പൊ അങ്ങനെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്താണോ അങ്ങനെ ആയിപ്പോയതാണോ? അങ്ങനെ ആയതാണ്.
ഒന്നും സ്ട്രാറ്റജി യൂസ് ചെയ്തൊന്നുമല്ല. PR ഉണ്ടായിരുന്ന ഇപ്പം അങ്ങ് മലമറിച്ചാണ്. ഒറ്റയ്ക്ക് നിന്നതാണ്, എന്തോ സ്ട്രാറ്റജി യൂസ് ചെയ്തതല്ലെന്ന്. ക്യാമറയുടെ മുന്നിൽ പോയി തന്നെ ഇരുന്ന് സംസാരിക്കുന്നതും തന്നെ കുത്തിയിരുന്ന് കരയുന്നതും എന്താണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റും. നോറ അതിനകത്ത് നിന്ന് കാട്ടിക്കൂട്ടി എന്താണ്. ഇപ്പം നോറയും പറയുന്നു ഈ പറയുന്ന PR നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് എന്ന്. എന്തുകൊണ്ടാണ് ഇതൊക്കെ അംഗീകരിക്കാനായിട്ട് എന്ത് പറയണ്ടേ? നിങ്ങൾക്കൊന്നും അക്സെപ്റ്റൻസ് ഇല്ല, അതാണ് നിങ്ങളുടെ കുഴപ്പം. കാര്യം നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയില്ല. ഇപ്പോഴും ഉള്ളിൽ ആ ഒരു വിഷം ഇരിക്കുക. പണ്ട് ജിൻഡു അങ്ങനെ ചെയ്തു, ഗെയിമിനകത്ത് ഇങ്ങനെ ചെയ്തു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കിടക്കുക. ഈ പറയുന്ന സിജോ പറയുന്ന ഒരു വിഷയത്തിൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നൊരു വിഷയമുണ്ട്. അതെന്താണെന്നറിയോ? അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്ക് സൗഹൃദം ഞാൻ പറഞ്ഞിട്ടില്ല, സുഹൃത്തുക്കളായിട്ട് ഇല്ല, എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ വല്ല ഓപ്പണായിട്ട് സംസാരിക്കുന്ന ആളാണ് ബിഗ് ബോസ്. ഇവിടെ വെച്ച് ഞാൻ പറയാം, എന്റെ കാഴ്ചപ്പാടിൽ, എന്റെ വ്യൂ പോയിന്റിൽ രണ്ടാമത്തെ ആഴ്ച അല്ല 16 ദിവസം വരെ ഞാൻ എന്തായാലും കൃത്യമായിട്ട് അറിയാം. അതിൽ നിന്ന് എനിക്കിപ്പോൾ കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകളാണ്. എന്റെ ഉറക്കം എനിക്കിപ്പോഴും ശരിയല്ല. സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴുള്ള പെയിൻ വരുന്നുണ്ട്, പസ് വരുന്നുണ്ട്. എന്റെ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യവും എനിക്ക് മാറ്റി വെക്കേണ്ടി വരും. ഞാൻ എന്റെ കല്യാണം പോലും ഞാൻ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കല്യാണം കഴിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ്. അതുപോലും എനിക്കിപ്പോൾ മാറ്റി വെക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനി ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ടനായി പോകും. അങ്ങനെ ഒരു മണ്ടത്തരത്തോടെ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമൊന്നുമില്ല. ഈ പറഞ്ഞ കാര്യത്തിനകത്തോട്ട് നമുക്ക് സിജോയുടെ യോജിക്കാൻ പറ്റും. ഈ റോക്കിയുടെ കേസിൽ, അടി കിട്ടിയ കേസിൽ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആഗ്രഹത്തോടെ ചെല്ലുന്നതാണ് ആ പ്ലാറ്റ്ഫോമിൽ. അപ്പം ഈ ഒരു വിഷയത്തിൽ വെച്ച് പകുതി വെച്ച് പുറത്തായി പോവുക, ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതൊക്കെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ തന്നെയാണ്. അത് നമുക്ക് അംഗീകരിക്കാം. പക്ഷേ പുറത്തിറങ്ങിയിട്ട് ഇമാരി ഡയലോഗ് അടിക്കുന്നതാണ് അംഗീകരിക്കാൻ പറ്റാത്തത്. ഉള്ള കാര്യം പറയാമല്ലോ, സിജോയ്ക്കൊക്കെ നല്ല തെറിവിളി തന്നെയാണ്. സിജോ എന്ന് പറയുന്ന ഒരു ഗെയിമറെ പറ്റിയിട്ട് ഒരു മനുഷ്യർക്കും വലുതായിട്ടുള്ള താല്പര്യങ്ങളില്ല, അല്ലേ? എല്ലാവർക്കും ഇല്ല പറയാനും വേണ്ടിയുള്ള, സിജോയ്ക്ക് പറയാൻ വേണ്ടി കണ്ടന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സിജോ ഒരു അത്യാവശ്യം ആ ഒരു എനിക്കൊന്ന് റോക്കിയായിട്ടൊക്കെയുള്ള വിഷയത്തിൽ മുന്നേ ഇങ്ങനെ അത്യാവശ്യം കയറി വരുമായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ഇതിനൊക്കെ അടി കിട്ടിയതും പുറത്തു പോയതും. പിന്നെ വന്നതിന് ശേഷം എല്ലാം ഡൗൺ ആയിരുന്നു മൊത്തത്തിലുള്ള പെർഫോമൻസ്. എന്നിട്ട് ഈ പുറത്തിറങ്ങിയിട്ട് ഈ ബാക്കിയുള്ളതൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കാര്യം പറയല്ല, വെറും പന്ന പരിപാടിയായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ സ്വന്തം ഭാഗത്ത് ഈ പറയുന്ന PR കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിൽ ഇതിനകത്ത് പറയുന്നതിനകത്ത് ന്യായമുണ്ട്. അല്ലാതെ വന്നിട്ട് നിങ്ങളുടെ ഡയലോഗ് അടിച്ചു കഴിഞ്ഞാൽ 100% ആരും അംഗീകരിക്കത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാത്തിനുമുള്ളൊരു മറുപടി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തരുന്നതായിരിക്കും. കുറേ പേര് വന്നിരുന്ന് കുറേ കമൻറ്റ് ഇടുന്നുണ്ട്. കുറേ എന്തിരുന്ന് നിനക്ക് നീ പേടിച്ചു പോയോടാ, നിനക്ക് മതിയായോ, നീ കയറി ഒളിച്ചിരിക്കുവാണോ, എന്തുകൊണ്ട് നീ മറ്റേ വേറെ കണ്ടന്റ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകളുണ്ടല്ലോ. വരട്ടെ നല്ല രീതിയിൽ കമൻ്റ് ഇടുക. അപ്പം പറയാനുള്ളത് മാക്സിമം പറയുക. ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത് ഞാൻ പേടിച്ചിട്ടോ എടുത്തിട്ടോ ഒന്നുമല്ല. ഓക്കെ, അത് നിങ്ങൾ ആലോചിക്കുക. എനിക്ക് പേടിക്കേണ്ട ഒരാവശ്യവുമില്ല. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ള സാധനങ്ങൾ ഞാൻ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും, കേൾപ്പിക്കാനുള്ള സാധനങ്ങൾ ഞാൻ കേൾപ്പിക്കുകയും ചെയ്യും. ഞാൻ അങ്ങനെ തന്നെ ഞാൻ ചെയ്തിട്ടുമുണ്ട് എൻ്റെ വീഡിയോക്കകത്ത്. ഓക്കെ, അപ്പം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്തൊക്കെയാവും. ഭയങ്കരമായിട്ട് പറയുന്നുണ്ടല്ലോ ആൾക്കാർ, എന്തോ കേസാവും, നിന്നെ എന്തോ പോലീസുകാർ പിടിച്ച് കൊടുക്കുന്നു, എന്തോ ഞാനെന്തോ കൊലക്കുറ്റമല്ലോ ചെയ്ത മക്കളെ, എന്നെ അതിനും വേണ്ടി കൊടും പാപമല്ലോ ഞാൻ ചെയ്തോ. അപ്പോൾ എല്ലാത്തിനുമുള്ളൊരു ഉത്തരം നിനക്ക് ഞാൻ തരാം. ഓക്കെ, അപ്പം ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.